ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു കുഞ്ഞു വ്ളോഗ് നോക്കാം കേട്ടോ. എന്നൊരു കുഞ്ഞു വ്ളോഗാണല്ലേ ഇന്നെന്ന് പറയുന്നത്. ഇത്ര ദിവസം മഴയേ ഉണ്ടായിരുന്നില്ല. ഒരു 3-4 ദിവസം നല്ല വെയിൽ. അതായത് എൻ്റെ മുറിയിലൊക്കെ എനിക്കിങ്ങനെ ഒരു സമ്മറിൻ്റെ പ്രതീതിയായിരുന്നു. അമ്മാതിരി ചൂടടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഉറക്കം വരും കേട്ടോ. പക്ഷേ മഴ അങ്ങനെ ഉറക്കം വരില്ല, തണവാണ് വരിക എനിക്ക്. ഇപ്പോൾ ഒരു തുളിയുള്ള മഴയുടെ ദിവസമാണ്. എന്നുവെച്ചാൽ പേമാരി പോലത്തെ മഴ, അങ്ങനത്തെ നിർത്താതെയുള്ള മഴയല്ല. ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ പറഞ്ഞുള്ളൂ അല്ലേ, ഓണം ടൈമെന്ന് പറഞ്ഞാൽ ഇത്തിരി വെയിലൊക്കെ ഉദിക്കുമെന്ന്. ഒപ്പം ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കണ്ണിൻ്റെ ഇവിടെ ഒരു കുരു വരാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു. അങ്ങനെ അപ്പോൾ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഐശ്വര്യ വേണുഗോപാലൻ അരങ്ങേറ്റം. അപ്പം ഞാൻ പല്ലൊക്കെ തേച്ചു കേട്ടോ. എന്നിട്ട് ഇതാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ പല്ലേക്കുന്നതിന് മുമ്പും വെള്ളം കുടിക്കും, പല്ലേച്ച് കഴിഞ്ഞിട്ടും വെള്ളം കുടിക്കും കേട്ടോ. അങ്ങനെ ഇനി എന്തായാലും എന്താ ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം. മുടി കണ്ട് ഞെട്ടുണ്ട്. ഞാൻ കുറേ നാൾക്ക് ശേഷം സൈഡ് വേച്ചിലെടുത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വെട്ടിയിട്ട കാരണം ഇത് ഒക്കെ പോകുന്നതാണ്. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം. അതാ ഉച്ചക്കലേക്കുള്ള കറിക്ക് കൊണ്ടുവരാം. ഇത് ഇന്ന് അവിയലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചേമ്പും പട്ടി നമ്മൾ സദ്യക്ക് കാണുന്ന ക്യാരറ്റ് അതൊന്നും ഇട്ടതല്ലേ, നമ്മുടെ തനി നാടൻ. എൻ്റെ അച്ഛമ്മ എനിക്ക് ഉണ്ടാക്കി തരാറുള്ളതാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ് അവിയൽ. അപ്പോൾ അതാ ചേമ്പും പട്ടയാണ് കേട്ടോ എടുക്കാൻ. അത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ വീട്ടിലുള്ള പച്ചക്കറിയൊക്കെ വെച്ചാണ് ഉണ്ടാക്കുക. ഇനി ഞാൻ ചിക്കൻ വെച്ച കാരണം ഇവിടെ ഇതൊക്കെ ഉണ്ട്, ഉരുളൻകിഴങ്ങുണ്ട്. അപ്പം എന്തായാലും ഉരുളൻകിഴങ്ങ് ഇട്ട കറികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ തന്നെ ഉരുളൻകിഴങ്ങ് വെച്ച കറികൾ ഇഷ്ടമില്ല. അപ്പം ഞാൻ എന്തായാലും അമ്മയ്ക്ക് കൊടുക്കട്ടെ. അമ്മ, അപ്പം ഇന്ന് എന്താ ഉള്ളത് നോക്കാം. ഇന്ന് കൊള്ളിയുണ്ട്. പിന്നെ ദോശയുണ്ട് കേട്ടോ. കൊള്ളിയും ദോശയും. ഇവിടെ ദോശ പതിവാണ്, ഗോതമ്പ് ദോശ. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ പത്തിരി. അപ്പോൾ ഏത് കഴിക്കണം, അത് കൂടാണ്ട് ചോറും ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് പത്തിരി എടുക്കാം. ഞാൻ പത്തിരി കഴിച്ചിട്ടില്ല. 5 എടുക്കാം കേട്ടോ. 1 2 3 4 5. പിന്നെ കോമ്പിനേഷനായിട്ട് ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വൈകിട്ടത്തേക്ക് എടുക്കാൻ വെച്ചിട്ട് ചിക്കനാണ്. ഞാൻ ഒരു പീസ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ കുറച്ച് ചിക്കൻ കറി എടുത്തു. ചാറ് കൂടി എടുക്കണ്ടേ. ഞങ്ങളുടെ വീട്ടിൽ ചിലപ്പം ചാറോട് കൂടിയാണ് ചിക്കൻ കറി വയ്ക്കുക. പിന്നെ പത്തിരി ഉണ്ടാക്കിയത് ഉണ്ണിയാണ് കേട്ടോ. ഉണ്ണിക്ക് നന്നായി പത്തിരി ഉണ്ടാക്കാൻ അറിയാം. എനിക്ക് ഒട്ടും തന്നെ പത്തിരി ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ ഭയങ്കര പത്തിരിയുടെ കേസിൽ ഞാൻ അല്പം പുറകിലോട്ടാണ്, ഉണ്ണി അല്പം മുൻപിലോട്ടാണ് കേട്ടോ. പക്ഷേ ദോശ ഞാൻ ഭയങ്കര പെർഫെക്റ്റാണ്. എനിക്ക് ദോശ ഭയങ്കര നന്നായിട്ട് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ അറിയാം. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് തല നനച്ചിട്ടില്ല കേട്ടോ. അത് കാരണമാണ് ഇവിടെ അമ്മ കെട്ടുപോലെ ഇരിക്കണേ. അങ്ങനെ അലക്കലും കഴിഞ്ഞു. ഇത് നമുക്ക് ലഞ്ച് കഴിക്കാം. മഴയൊക്കെ മാറി വെയിലായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പം എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം. എൻ്റെ തല മൈൻഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ആദ്യം നമുക്കൊരു കിണ്ണെടുത്തേക്കാം. ഇന്ന് ഇവിടെ കൊള്ളിയുണ്ട്. പുലർക്കാലമൂടി കൊള്ളി ആവശ്യത്തിന് എടുക്കാം. ചിലപ്പോൾ ഞാൻ ഈ രാത്രി കഴിച്ചു എന്ന് വരില്ല. കൊള്ളി എടുത്തു. ഇനി കുറച്ച് ചോറ് എടുത്തേക്കാം. അമ്മ ഇന്ന് കുറേ ചോറ് വെച്ചിട്ടുണ്ട്. ഇന്ന് ചിക്കനാണുള്ളത്, ചിക്കൻ കറിയാണ്. അത് തന്നെ നമുക്ക് കുറച്ചും കൂടി ചോറ് എടുക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം. ഞാനേ ഇന്നലത്തെ ചിക്കൻ കറി ചിക്കൻ വറുത്ത് വെച്ചു കേട്ടോ. എങ്ങനെയുണ്ട്, ഞാൻ ആദ്യമായിട്ട് വറുത്ത് നോക്കണേ. അപ്പം അത് എന്തായാലും ഞാൻ വെളിച്ചെണ്ണ വാരെടുത്ത് വെച്ചതാണ്. അതെന്തായാലും എടുക്കാം. കൈകൊണ്ട് തന്നെ എടുത്താൽ മതിയായിരുന്നു അല്ലേ. അതാണ് ഇത്തിരി കൂടി ഭേദം തോന്നുന്നു. കൈ കൊണ്ട് എടുക്കാം. അപ്പോൾ ചൂടാറാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വെളിച്ചെണ്ണയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഒരു കഷ്ണം കൂടി എടുക്കാം. അങ്ങനെ ഇനി ഇപ്പുറത്തോട്ട് വരാം. ഇപ്പുറത്ത് എന്തൊക്കെയുള്ളത് നോക്കാം കേട്ടോ. ഗ്യാസിൻ്റെ അവിടെ എന്തായാലും ചിക്കൻ കറി ഉണ്ട് ചൂടാക്കിയത്. അത് ഇത്തിരി എടുക്കാം. കുറച്ചെടുത്താൽ മതി. ഫുള്ള് കായ കഷ്ണം.
നിങ്ങളുടെ വീട്ടിൽ പിറ്റേ ദിവസം ചിക്കൻ കായിട്ട് വെക്കുമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നിറച്ച് കായ കഷ്ണം നമുക്ക് ചിക്കൻ കറി കിട്ടില്ല പിറ്റേ ദിവസം ആകുമ്പോൾ. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവിയലുണ്ട്. അവിയൽ ഞങ്ങൾ ഓണം, വിഷു, ക്രിസ്മസിനൊക്കെയാണ് സാധാ സദ്യവിയൽ വയ്ക്കുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ ചാറോടക്കിനെയാണ് അവിയൽ വയ്ക്കുക കേട്ടോ. ഇതിൽ ചേമ്പും പട്ടയും ഉരുളൻകിഴങ്ങൊക്കെ കായിട്ടല്ലേ, കായ ഇപ്പോൾ സ്റ്റോക്കില്ല, അതൊക്കെ ഇട്ട് വെച്ചതാണ്. എന്തൊക്കെ പച്ചക്കറി സ്റ്റോക്ക് ഉണ്ടോ അതൊക്കെ ഇടും. ചേനയൊക്കെ ഇട്ടിട്ട് വെച്ചതാണ്. നമുക്ക് ഇത്തിരി കാക്കയ്ക്ക് കൊടുക്കാം. ഇന്ന് ഭയങ്കര കളർഫുള്ള് ചോറില്ലേ. നമ്മുടെ കാക്ക വെയിറ്റിംഗ് ആണ് കേട്ടോ. പറന്നു പോയി, ഞാൻ വരുന്നത് കണ്ടത് പറന്നു പോകും. അപ്പോൾ അത് കഴിച്ചോട്ടെ, നമുക്ക് നമ്മുടെ കഴിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കട്ടെ കേട്ടോ. ആദ്യം തന്നെ ഞാൻ ചിക്കൻ ഫ്രൈ കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട്. ഞാൻ ആദ്യമായിട്ട് കറി വെച്ച ചിക്കൻ പിറ്റേ ദിവസം എടുത്ത് വറുത്ത് കഴിച്ച് നോക്കണേ. കുറച്ചധികം ഡ്രൈ ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിയൽ കഴിച്ച് നോക്കട്ടെ. അവിയൽ പച്ചമുളക് ഞാൻ ഇത്തിരി കൂടുതൽ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ അവിയൽ കഴിക്കില്ലായിരുന്നു, കാരണം എനിക്ക് ക്യാരറ്റ് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പം സദ്യക്ക് ഞാൻ പോയ ക്യാരറ്റ് അവിയലിടുന്ന കാരണം കൊണ്ട് തന്നെ ഞാൻ അവിയൽ കഴിക്കില്ല. പിന്നെ വലുതായപ്പോഴാണ് അവിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. പച്ചമുളകിൻ്റെ എരിവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പച്ചമുളകിൻ്റെ എരിവ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ലോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിരിക്കും. ബൈ ബൈ ബൈ.